ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് തോന്നുന്നത്. എൻ്റെ വലിയൊരു സ്വപ്നം തന്നെയാണ് മേ ബി. സോ ഹാപ്പി. താലോലം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡാണ്. ഈ 6 സ്റ്റേറ്റ് അവാർഡ്സിൽ ഒരു പക്ഷേ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സാർ ഏതെങ്കിലും സിനിമയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ സിനിമയും അത്രയും ഹാർഡ് വർക്കോടുകൂടി ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ എല്ലാ 6 പ്രിയപ്പെട്ടത് കഷ്ടപ്പെട്ട് എല്ലാ സിനിമകളെയും ഒരേപോലെ തന്നെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ കഥാപാത്രവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം, സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ സാർ പറഞ്ഞായിരുന്നു, ഒരു മികച്ച നടൻ ഒരിക്കലും ഒരു ആവർത്തിക്കരുത്, ഒരു സിനിമയിൽ ചെയ്ത സാധനം മറ്റൊരു സിനിമയിൽ ആവർത്തിക്കരുതെന്ന്. അത് സാറിന്റെ ഓരോ സിനിമയിലും നമുക്കത് കാണാനും സാധിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് അവാർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവാർഡ് ഇതാണ്. സാർക്ക് നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള നാഷണൽ അവാർഡ് 2002 22 വർഷങ്ങൾ കഴിഞ്ഞു. സോ ഇനിയും കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അവാർഡ്സും ഒരുപാട് അവാർഡ്സ് ഉണ്ട്, മെമന്റോസ് ഉണ്ട്. സത്യൻ നാഷണൽ അവാർഡ്, നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇത് ആക്ച്വലി ഇപ്പൊ മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതിന് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അത് എപ്പോഴുള്ളതാണ്? അത് അച്ഛൻ്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടറിന് കിട്ടിയപ്പോൾ അന്ന് മമ്മൂട്ടി അങ്കിളും ലാലങ്കിളും കൂടെ ചേർന്നായിരുന്നു അച്ഛന് കൊടുത്തത്. അത് ശരി. അവര് സാറിന്റെ വീട്ടിലേക്ക് വരികയും ആ സമയത്തൊക്കെ വരികയും സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? വന്നിട്ടുണ്ട്. മമ്മൂട്ടി അങ്കിള് ഇപ്പൊ എന്റെ കല്യാണത്തിനും അദ്ദേഹം വീട്ടിൽ വന്നത്. അത് ശരി. സാറും എല്ലാരും കൂടെ ഇരുന്ന് ചേച്ചി എല്ലാരും കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലം. ഇത് മാർബിൾ ആണോ? ഇത് മാർബിൾ ആണ്. ഇതിനു വേണ്ടി അച്ഛൻ രാജസ്ഥാനിന്ന് വരുത്തിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പൊ വീട് പണി നടക്കുന്ന സമയത്തൊക്കെ സാർ എങ്ങനെയായിരുന്നു പൊതുവെ? അതായത് ഒരു വലിയ വീട് ഭയങ്കര ആഡംബരമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു, അതോ സിമ്പിൾ ആയിട്ടുള്ള ഏതായിരുന്നു അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ കണ്ടിട്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് രണ്ടും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വീടായിരുന്നു. നൈസ്. അതുപോലെ തന്നെ വേറൊരു സാധനം ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത് പഴയ റേഡിയോ. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ വീട്ടിനകത്ത് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, എല്ലാ പഴമകളും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഇവിടെയുള്ള സൂനിയേഴ്സ് ആണെങ്കിലും ഇവിടെ വേറെ ആമാടപ്പെട്ടി സ്വർണ്ണമാണ് അതിനകത്ത്. സ്വർണ്ണം വെച്ചിട്ടില്ല നമുക്ക്. സോ ആമാടപ്പെട്ടി ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.